ഇനി നമുക്കുള്ളത് പ്രോസസ് ഓഫ് HRD നീഡ് അസസ്മെൻറ്റ്. HRD നീഡ് അസസ്മെൻറ്റിൻ്റെ പ്രോസസ്സ്. ഫസ്റ്റ് വൺ, പെർഫോം ഗ്യാപ്പ് അനാലിസിസ്. ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറയുന്നത് ആക്ച്വൽ പെർഫോമൻസും സ്റ്റാൻഡേർഡ്സും തമ്മിലുള്ള എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, അതിനെയാണ് ആ ഗ്യാപ്പിനെ, ആ ഒരു ഡിഫറൻസ് നമ്മൾ അനലൈസ് ചെയ്യുന്നതാണ് ഗ്യാപ്പ് അനാലിസിസ്. അതിൽ രണ്ട് സിറ്റുവേഷൻസാണ് വരുന്നത്, കറണ്ട് സിറ്റുവേഷൻ ആൻഡ് ഡിസൈഡ് ഓർ നെസസറി സിറ്റുവേഷൻ. കറണ്ട് സിറ്റുവേഷനുണ്ട്, ഡിസൈഡ് സിറ്റുവേഷനുണ്ട്. കറണ്ട് സിറ്റുവേഷനിൽ ഇപ്പോൾ നമ്മുടെ എംപ്ലോയീസിന് എത്ര സ്കില്ല്, നോളജ്, എബിലിറ്റീസ് ഉണ്ട്, പിന്നെ ഫ്യൂച്ചറിൽ എന്തൊക്കെ നീഡ്സ് നമുക്ക് വേണം, എന്തൊക്കെ സ്കില്ല്, നോളജ്, എബിലിറ്റി നമുക്ക് വേണം, പിന്നെ ഓർഗനൈസേഷൻ്റെ ഗോള്, ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്, ഓർഗനൈസേഷൻ്റെ കൾച്ചർ, ഓർഗനൈസേഷൻ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ റിക്വയർമെൻറ്റ്, ഇതും കൂടി നമ്മൾ നോക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ കറണ്ട് സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞു. ഇനി ഡിസൈഡ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞത്, ഡിസൈഡ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം ഫ്യൂച്ചറിൽ നമുക്ക് എന്ത് നീഡ്സാണ് വരുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ. അതേപോലെ ഓർഗനൈസേഷനെ മാത്രമല്ല എംപ്ലോയീൻ്റെ പേഴ്സണൽ സക്സസ്സും കൂടെ നമ്മൾ കണക്കിലെടുക്കണം. അപ്പോൾ ഡിസൈഡ് ഓർ നെസസറി സിറ്റുവേഷൻ അനലൈസ് ചെയ്യുക. അപ്പോൾ നമ്മളെ ജോബിന് ആവശ്യമായിട്ട് വേണ്ടുന്നുള്ള എന്തൊക്കെ ട്രെയിനിങ് ആണോ അത് വേണം. പിന്നെ നമ്മൾ സ്റ്റാൻഡേർഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യണം, എത്ര സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്തൊക്കെ സ്കില്ല്, നോളജ്, എബിലിറ്റീസാണ് ഈ ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത്, സക്സസ്ഫുള്ളായിട്ട് ഇത് ചെയ്ത് തീർക്കാൻ എന്തൊക്കെ വേണം. പിന്നെ ഉള്ളത് ക്രിട്ടിക്കൽ ടാസ്ക് ഐഡൻറ്റിഫൈ ചെയ്യുക. കറണ്ട് പ്രാക്ടീസസ്, ഇപ്പോൾ ഉള്ള കറണ്ട് പ്രാക്ടീസ് നമ്മൾ ഒബ്സർവ് ചെയ്യുക, ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ ഉള്ളത് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം ആക്ച്വൽ നീഡ്സ്. നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിൽ നിന്ന് നമ്മൾ ആക്ച്വൽ നീഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നിട്ട് കറണ്ടായിട്ടുള്ള ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയും പിന്നെ നമുക്ക് ഫ്യൂച്ചറിൽ വേണ്ടുന്നത് നമ്മളുടെ ഗ്യാപ്പ്. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചർ നീഡ്സും കറണ്ട് സിറ്റുവേഷനും തമ്മിലുള്ള ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുക, അത് കറക്റ്റ് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്, പെർഫോം ഗ്യാപ്പ് അനാലിസിസ്. രണ്ടാമത്തത് ഐഡൻറ്റിഫൈ ദ പ്രയോറിറ്റീസ്. നമ്മൾ പ്രയോറിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യും. പ്രയോറിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ലിസ്റ്റ് ഓഫ് ട്രെയിനിങ് നീഡ്സ് കാണും, നമുക്ക് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് നീഡ്സ് കാണും. അപ്പോൾ അതിൽ കരിയർ ഡെവലപ്മെൻറ്റ്, ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ്, അതർ ഇൻ്റർവെൻഷൻസ്. അപ്പോൾ അങ്ങനെ പല നീഡ്സ് ആയിരിക്കും നമുക്കുള്ളത്. അപ്പം നമ്മുടെ ഗോൾസ്, റിയാലിറ്റീസും കൺസ്ട്രെയിൻസും ഒക്കെ വെച്ചിട്ട് അത് കമ്പയർ ചെയ്ത് നോക്കണം. നമ്മുടെ ആക്ച്വൽ നീഡ്സ് എന്തൊക്കെയാണ്, നമ്മുടെ റിയൽ നീഡ്സ് എന്തൊക്കെയാണ്, അപ്പോൾ എന്തൊക്കെ നീഡ്സിനെ അഡ്രസ്സ് ചെയ്താലാണ് നമുക്ക് കുറച്ച് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതാണ് ഐഡൻറ്റിഫൈ പ്രയോറിറ്റീസ് ആൻഡ് ഇമ്പോർട്ടൻസ്. പിന്നെ ഉള്ളത് അഡ്രസ്സിങ് അതർ ഹ്യൂമൻ റിസോഴ്സ് പെർഫോമൻസ് പ്രോബ്ലംസ് വിത്ത് ഗ്രേറ്റർ ഇമ്പാക്റ്റ്. അതായത് വേറെ എന്തെങ്കിലും ഹ്യൂമൻ റിസോഴ്സ് പെർഫോമൻസ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്യുന്നതും കൂടി ഇതിനകത്ത് നമുക്ക് വരും. ആദ്യം നമ്മൾ പ്രയോറിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യും, എവിടെയൊക്കെയാണ് കറക്ഷൻസ് വേണ്ടതെന്ന് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ മാത്രമേ നമ്മളതിനെ അഡ്രസ്സ് ചെയ്യത്തുള്ളൂ. അതായത് അത് കാരണം നമ്മുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുമെങ്കിൽ മാത്രമേ നമ്മളതിനെ അഡ്രസ്സ് ചെയ്യുള്ളൂ. പിന്നെ ഉള്ളത് ഐഡൻറ്റിഫൈ ദ കോസ് ഓഫ് പെർഫോമൻസ് പ്രോബ്ലംസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. എന്തെങ്കിലും പെർഫോമൻസ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കോസ് ഐഡൻറ്റിഫൈ ചെയ്യും. പിന്നെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യണം നമ്മൾ. നൗ പീപ്പിൾ ഹാവ് പ്രയോറിറ്റൈസ് ആൻഡ് ഫോക്കസ് ഓൺ ക്രിട്ടിക്കൽ ഓർഗനൈസേഷൻ ആൻഡ് പേഴ്സണൽ നീഡ്സ്. അപ്പോൾ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഓർഗനൈസേഷണൽ റിക്വയർമെൻറ്റ്സ്, വളരെ അത്യാവശ്യമായിട്ടുള്ള റിക്വയർമെൻറ്റ്സ്, അതേപോലെ തന്നെ എംപ്ലോയീസിൻ്റെ പേഴ്സണൽ നീഡ്സ്, ഇത് രണ്ടും നമ്മൾ കണക്കിലെടുക്കണം. പിന്നെ സ്പെസിഫിക് പ്രോബ്ലം ഏരിയാസ്, അപ്പോൾ ഏതൊക്കെ ഏരിയാസിലാണ് ഇഷ്യൂസ് ഉള്ളത്, അപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലം ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യണം. ആർ പീപ്പിൾ ഡൂയിങ് ദെയർ ജോബ് ഇഫക്റ്റീവ്ലി, ആൾക്കാർ അവരെ ജോലി നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടോ അത് നമ്മൾ നോക്കണം. പിന്നെ ഡു ദേ നോ ഹൗ ടു ഡു ദെയർ ജോബ്, അവരെ ജോബ് ചെയ്യാൻ അവർക്ക് അറിയോ, അതും കൂടി നമ്മൾ എൻഷുർ ചെയ്യണം. പിന്നെ ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് അനാലിസിസ് ഓഫ് പീപ്പിൾ ആൻഡ് ദെയർ ജോബ് ആൻഡ് ഓർഗനൈസേഷൻസ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുക, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, ആൾക്കാർ ചെയ്യുന്ന ജോബ് അവരുടെ ഓർഗനൈസേഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണോ ചെയ്യുന്നത്, അത് കറണ്ട് സിറ്റുവേഷനോ ഫ്യൂച്ചർ സിറ്റുവേഷനോ നോക്കിയിട്ട് വേണം നമ്മൾ പറയാൻ. പിന്നെ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ പോസിബിൾ സൊല്യൂഷൻ ആൻഡ് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ്. പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ്, ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇഫ് പീപ്പിൾ ആർ ഡൂയിങ് ദെയർ ജോബ് ഇഫക്റ്റീവ്ലി, അപ്പോൾ ആൾക്കാർ അവരുടെ ജോബ് ഇഫക്റ്റീവായിട്ട് ചെയ്യുവാണെങ്കിൽ ഷുഡ് ലീവ് വെൽ ഇനഫ് എലോൺ, അപ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ നമ്മുടെ ആൾക്കാരുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പ്രൂവ്ഡ് ആയിരിക്കും. അപ്പോൾ പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ട് നമുക്ക് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസിന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ അതനുസരിച്ച് പെർഫോം ചെയ്തോളും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൾക്കാർക്ക് ഒരു ജോബ് ചെയ്യുമ്പോൾ അത് എത്ര ഇഫക്റ്റീവായിട്ട് ചെയ്യണം, എത്ര ട്രെയിനിങ് വേണം, എന്തെങ്കിലും നോളജ് നീഡ്സ് വരുന്നുണ്ടോ, ആ കാര്യങ്ങളെല്ലാം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഓവറോളായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐഡൻറ്റിഫൈ ദ പോസിബിൾ സൊല്യൂഷൻ ആൻഡ് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞേക്കുന്നത്. നമുക്ക് എന്തൊക്കെ ഇഷ്യൂസ്, എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ഉണ്ട് എല്ലാം നമ്മൾ 1 by 1 ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും, അവിടെ കറക്ഷൻസ് ചെയ്യും. കറക്ഷൻസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഗോൾസ് അത് വെച്ചിട്ട് അച്ചീവ് ചെയ്യും. അതാണ് സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ലാസ്റ്റ് പറയുന്നത് വെച്ചാൽ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു സൊല്യൂഷനാണ്. നമ്മളെ നോളജ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സൊല്യൂഷനാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ സൊല്യൂഷനിലൂടെ നമ്മൾ ട്രെയിനിങ് റിക്വയർമെൻറ്റോ നോളജ് റിക്വയർമെൻറ്റോ വല്ലതും ഉണ്ടെങ്കിൽ അതും കൂടി സാറ്റിസ്ഫൈ ചെയ്യും. അങ്ങനെ നമുക്ക് ഇനി വരുന്ന ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസിനെയും കൂടെ നമുക്ക് പിടിച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ.
അപ്പോൾ അതാണ് ആ 4 സ്റ്റെപ്സ്.